വൈറ്റ് പാൻറ്റിൻ്റെ വീഡിയോ ആണ്. ഇതിന് നമുക്ക് വേണ്ടുന്ന ലെങ്ത് ആദ്യം നമ്മൾ 2 ഇഞ്ച് ഇവിടെ പട്ട ഇവിടെ ഒരു ബെൽറ്റ് ലെങ്ത്ത് മാറ്റിയിടണം 2 ഇഞ്ച്. പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന ടോട്ടൽ ലെങ്ത്ത് 33 ഇഞ്ച്. 33ൻ്റെ കൂടെ മടക്കാനായിട്ടൊരു 3 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 36 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് എടുത്തു. 2 ഇഞ്ച് എക്സ്ട്രാ പട്ടയ്ക്ക്, അങ്ങനെ ടോട്ടൽ 38 ഇഞ്ച്. പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന അരവണ്ണം എന്ന് പറയുന്നത് 38ആണ്. 38ൻ്റെ 4/1 11.75. ഇതാണ് 11.75. ഈ 11.75 തന്നെ നമ്മൾ താഴോട്ടും എടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ 11.75 നിന്ന് താഴോട്ടും നമ്മൾ 11.75 ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ 11.75 നമുക്ക് ഇവിടെ വന്ന് നിൽക്കും. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ഇങ്ങോട്ട് ലൂസ് എടുക്കണം. 2 ഇഞ്ച് ഇങ്ങോട്ട് ലൂസ് എടുത്തു. ആ ലൂസ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ 11.75ൻ്റെ പകുതി 5.75 എടുക്കും. 5.75 നമ്മളത് ഇവിടെ മാർക്ക് ചെയ്യുക. 11.75ൻ്റെ പകുതി 5.75 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന ആ 5.75 തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഈ നടുക്ക് വരെ നമ്മൾ ഈ 5.75 വരണം. അതായത് ഇവിടെ ഇതിൻ്റെ നടുക്കത്തെ പോയിൻ്റ് 5.75. ഇവിടെ നിന്നും ആ 5.75 മാർക്ക് ചെയ്യുക. 11.75, അതായത് ഈ ലെങ്ത്ത് 11.75 ആ 11.75ൻ്റെ പകുതി 5.75 നമ്മൾ ഇവിടെ നിന്നും 5.75 മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും നമ്മൾ നീളത്തിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ നിന്നും 5.75 ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കാലിൻ്റെ വണ്ണം വേണ്ടത് എനിക്ക് ടോട്ടൽ വേണ്ടത് 8 ഇഞ്ച്. 8 ഇഞ്ചാണെങ്കിൽ ഈ 5.75 മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച്, ഇങ്ങോട്ട് 4 ഇഞ്ച്, അങ്ങനെ 2 സൈഡിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായി. ആ 2 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ആ ഷേപ്പിൽ നിന്ന് നമ്മളിത് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത 4 ഇഞ്ചിലോട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും 4 ഇഞ്ച് എടുത്തു. ആ 4 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇങ്ങനൊരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വെട്ടിയെടുക്കണം. ഇത് നമ്മളുടെ ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പീസാണേ. നമ്മൾ ഫ്രണ്ടിലെ പാർട്ടിൻ്റെ വീതി എടുത്തത് 15 ഇഞ്ചായിരുന്നു. ബാക്കിലെ പീസ് എടുക്കുമ്പോൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കണം വീതിയിൽ. അപ്പോൾ ഈ മടക്കി ഇട്ടിരിക്കുന്ന വീതി 17 ഇഞ്ച്. എന്നിട്ട് മേളിൽ നിന്ന് നമ്മളിത് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ ഫ്രണ്ട് പീസ് വയ്ക്കുന്നത്. ആ 2 ഇഞ്ച് ഇവിടെ നിന്ന് ഇവിടം വരെ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ താഴോട്ടാണ് തുണി ഇങ്ങനെ വിരിച്ചിടുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഈ സൈഡ് കറക്റ്റ് ചെയ്ത് തുണി ഇങ്ങനെ വിരിച്ചിടുക. ഇവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് വന്നേക്കുന്നതിൻ്റെ കൂടെ 2 ഇഞ്ച് ഇങ്ങോട്ട് എക്സ്ട്രാ എടുക്കണം ബാക്കിലെ പീസിൽ. ഇത് 2 ഇഞ്ചാണ് വേണ്ട. ഇത് 2 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ട് എടുത്തു. ഈ ഇവിടുന്ന് ക്രോച്ചിൻ്റെ അവിടെ നിന്നും 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തു. ആ 2 ഇഞ്ച് ആ 2 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബാക്കി എല്ലാം ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ വരച്ച് ഇതേ സെയിം ഇങ്ങനെ അവിടെ വരച്ച്, ഫ്രണ്ടും ബാക്കും വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കാലിനേക്കാളും 1.5 ഇഞ്ചും കൂടെ ബാക്കിലേക്ക് കൂടുതൽ എടുക്കുക. 1.5 ഇഞ്ച് ബാക്കിലേക്ക് കൂടുതൽ എടുത്തിട്ട് ഈ 1.5 ഇഞ്ചിൽ നിന്ന് ഈ 2 ഇഞ്ചിൻ്റെ ഈ ക്രോച്ച് പോയിന്റിലേക്ക് നമുക്കിങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ 1.5 ഇഞ്ചിലോട്ട് നമുക്ക് എത്തിക്കണം. എത്തിച്ചിട്ട് ഇതിനെ വെട്ടിയെടുക്കാം. ഇവിടെ ഈ പോയിന്റ് തന്നെ ഇങ്ങനെ തന്നെ നിർത്തുക. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു സ്ലെൻഡിങ് ആയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതായത് ഇവിടെ ഇത് തന്നെ മതി. ഈ നമ്മൾ ഈ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് അങ്ങോട്ടേക്ക് ഇങ്ങനെ ചരിച്ച് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ വെട്ടുക. ഇനി ഇത് തയ്ച്ചെടുക്കാം. ഇനി നമുക്കിത് ഫ്രണ്ട് പീസിൻ്റെ ഇങ്ങനെ ഈ പോർഷൻ, ഈ നമ്മൾ വളച്ച് വരച്ച ആ പോർഷൻ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം അതാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല വശത്തോട് നല്ല വശം വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഇതുണ്ട്. ഇനി നമ്മളങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട് ബാക്ക് വശത്തിൻ്റെ നല്ല സൈഡ് ഇങ്ങനെ വിരിച്ചിടുക. അതിൻ്റെ മേളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വിരിച്ചിടുക. എന്നിട്ട് നമ്മൾ ഈ ജോയിൻ്റ് ചെയ്തില്ലേ, ആ പോയിൻറ്റുകൾ തമ്മിൽ ഒരുമിച്ച് വരിക. ഇവിടെ ഇങ്ങനെ രണ്ടും ഒരേ സൈഡിലോട്ട് തയ്യൽ തുമ്പും വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ വേണമെങ്കിൽ നമുക്കത് നീങ്ങി പോവാതിരിക്കാൻ ഇങ്ങനൊരു പിന്നെ വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാല് കണ്ട, ഈ കാലിൻ്റെ അവിടുന്ന് ഇങ്ങനെ ചുറ്റി തയ്ച്ചു വരണം. ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി ഇവിടെ വന്ന് ഇവിടുന്ന് ചുറ്റി ഇപ്പുറത്തെ കാലിൻ്റെ അറ്റം വരെ തയ്ച്ചു വരണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബോട്ടം മടക്കി അടിക്കലാണ്. അതിന് ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് കൂടെ നമ്മൾ ആ എക്സ്ട്രാ ഇട്ടേക്കുന്ന 3 ഇഞ്ച്, ആ 3 ഇഞ്ച് നമുക്കിങ്ങനെ മടക്കി മാറ്റാം. നമ്മൾ തയ്യൽ തുമ്പ് ഏത് സൈഡിലോട്ടാണ് ഇട്ടേക്കുന്നത്, തയ്യൽ തുമ്പ് നമുക്ക് ഈ സൈഡിലോട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് ആദ്യം കുറച്ചിങ്ങനെ ഒരു മടക്ക് കൊടുക്കാം. എന്നിട്ട് ഒരു മടക്ക് കൊടുത്ത് മടക്കി തയ്ക്കാം. ഇതുപോലെ തയ്ക്കുക. ഇതുപോലെ അപ്പുറത്തെ കാലും തയ്ക്കുക. ഇനി ഇതിൻ്റെ എൻഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ എൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റേ സ്ലിറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ സ്ലിറ്റിനുള്ള ഗ്യാപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ ടൈറ്റ് പാൻ്റ് അല്ല തയ്ക്കുന്നത്, ലൂസ് പാൻ്റാണ്. അതുകൊണ്ട് ഞാനിവിടെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. അടുത്ത ഒരെണ്ണം തയ്ക്കുമ്പോൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ സ്ലിറ്റ് ഇടാതെയാണ് തയ്ക്കുന്നത്, ലൂസായിട്ടുള്ള ബോട്ടോ തയ്ക്കുന്നത് കാലിൻ്റെ അവിടെ. ഇതിപ്പോൾ ഞാൻ ഇത് തയ്ക്കുമ്പോൾ ഇപ്പം ഞാൻ ഇത്രയും ടൈറ്റായിട്ട്, ഇവിടെ ഒരു 3 ഇഞ്ചൊക്കെ എടുക്കുന്നുള്ളൂ. ടൈറ്റായിട്ടാണ് നമ്മൾ ഈ ബോട്ടം തയ്ക്കുന്നതെങ്കിൽ ഇവിടെ ഒരു 3 ഇഞ്ച് സ്ലിറ്റ് ഇട്ടാൽ നമ്മളെ കാല് അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിവിടെ ഒരു 3 ഇഞ്ച് കയറത്തില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ഇഞ്ച് സ്ലിറ്റ് ഇട്ടിട്ടായിരിക്കും തയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ലൂസ് ബോട്ടമാണ് ഇതിൽ തയ്ക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ സ്ലിറ്റ് ഇടുന്നില്ല തൽക്കാലം. ഫ്രണ്ടും ബാക്കും ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാക്ക് പീസ് നമ്മൾ 1.5 ഇഞ്ച് കൂടുതലാണ് എടുത്തത്, ഫ്രണ്ട് പീസ് 1.5 ഇഞ്ച് കുറവാണ് ബാക്കിനേക്കാളും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ഈ നീളം രണ്ടിനും സെയിമാണ്. അതുകൊണ്ട്
അത് മൈൻഡ് ചെയ്യാതെ നമ്മൾ ഈ കാല് തമ്മിൽ അതേ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് ജോയിൻറ്റ് ചെയ്താൽ മതി. അന്നേരം ഇങ്ങനെ ഇരിക്കും. ഈ ബാക്കിലെ പീസ് ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ കാണാൻ ഒരു ഭംഗിയായിരിക്കും. അതുമല്ല നമുക്ക് ബാക്കിലാണ് നമുക്ക് ഇരിക്കാനായിട്ടുള്ള ലൂസ് ഇടുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഇടുന്നത്. പക്ഷെ നമ്മൾ ആ ഫ്രണ്ട് കുറവും ബാക്ക് കൂടുതലും ആണെന്നുള്ളത് നോക്കണ്ട. നമ്മൾ നോക്കുന്നത് ഈ അരിക് ഇവിടുന്ന് ഈ അറ്റം വരെ ഒരേപോലെയാണ് നീളം. ആ ഒരറ്റം വരെ അങ്ങ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടവും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. എല്ലായിടവും നമ്മൾ എല്ലാം ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പോയിൻറ്റും കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കണ്ടോ, നമ്മൾ ബാക്കിലെ പീസ് ഇച്ചിരി കൂടുതലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതായത് നമ്മൾ തയ്ച്ച് വരുമ്പോഴേ ചിലപ്പോൾ ബാക്ക് കുറഞ്ഞു പോകും. അതിനാണ് നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇവിടെ ഒരു പിന്നിങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതോട്ടൊന്ന് നൈസായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്ക് ഇത് വെട്ടി വേസ്റ്റ് മാറ്റാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനായിട്ട് പട്ട തയ്ക്കണം. അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു മടക്ക്, പിന്നെ ഇങ്ങനെ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു മടക്ക്, ഒരു ഇത്ര വീതിയിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരടി ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫ്രണ്ടിലെ പീസിൽ നമ്മളത് ഇലാസ്റ്റിക് കയറ്റാനായിട്ട് നമ്മൾ ഇച്ചിരി സ്ഥലം ഇങ്ങനെ വിടണം. നമ്മൾ ആ മടക്കി അടിച്ചേക്കുന്ന 2 ഇഞ്ച് നമ്മളിങ്ങനെ ഇലാസ്റ്റിക്, നമ്മൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇതിനകത്ത് ഇടുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ഒരു 1.5 ഇഞ്ചിന് നമ്മളിങ്ങനെ മടക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു പിന്നൂത്തി വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇത്രയും സ്ഥലം ഈ മുട്ട സൂചി കുത്തി അത്രയും ഗ്യാപ്പ് നമ്മളങ്ങ് വിടുക. അതിൽ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാം. എന്നിട്ട് നമ്മളതേണ്ടേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ 1.5 ഇഞ്ച് 2 ഇഞ്ച് നമ്മൾ വിട്ടേക്കുന്ന അളവിൽ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് പോവുക. ഇങ്ങനെ മടക്കി ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് കയറ്റും. നമ്മുടെ മുട്ട സൂചി കുത്തിയേക്കുന്ന സ്ഥലം വരെ എത്തി. നമ്മൾ മടക്കി അതിൻ്റെ അവിടെ നമ്മളത് ഇത്രയും ഗ്യാപ്പ് വിടുക. എന്നിട്ട് നമ്മൾ കെട്ടിട്ട് നൂല് കട്ട് ചെയ്യുക. പിന്നെ ഈ മുട്ട സൂചി ഊരി കൊടുക്കുക. ഇതിങ്ങനെ പിന്നെ കുത്തുക ഇലാസ്റ്റിക്കിൽ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. കയറ്റി അപ്പുറത്തെ എൻഡിൽ കൊണ്ടുവരിക. നമുക്ക് വേണ്ടത്രയും ഇലാസ്റ്റിക് ഇതാക്കിയതിന് ശേഷം നമ്മൾ ഈ ഇലാസ്റ്റിക് തമ്മിൽ ഇങ്ങനെ ഇവിടെ 2-3 സ്റ്റിച്ച് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ നമുക്കിപ്പോൾ ഇത്ര മതി. ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് 2 സ്റ്റിച്ച് കൂടി ഇടുക. ഇനി ഇലാസ്റ്റിക് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് 2 സൈഡിലോട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആക്കി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് ഇങ്ങോട്ടും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതേവിടെ അല്ലെങ്കിൽ അവിടെ കട്ടിയായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ആ ഇട്ട ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ചിട്ട് ഫില്ല് ചെയ്യുക. നമ്മൾ ആ ഒഴിച്ചിട്ടിരുന്ന ആ ഏരിയയില്ലേ അവിടെയും കൂടെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ഇത് ഇവിടെയും കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.